യാക്കോബായ സഭയുടെ ശ്രേഷ്ഠ കാതോലിക്കയായി ജോസഫ് മാർ ഗ്രിഗോറിയസ് അഭിഷിക്തനാകുന്ന ചടങ്ങുകൾക്കാണ് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ബെയ്റൂത്തിലെ ആണിപ്പോൾ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പാത്രിയാർക്കീസ് ബാബ സംസാരിക്കുന്നു. പ്രദീപ് ജോസഫ് വിവരങ്ങൾ നൽകും. പ്രദീപ്, ആദ്യഘട്ടത്തിൽ അദ്ദേഹം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടാണ് ആരംഭിച്ചത്. മറ്റെന്തൊക്കെ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് പാത്രിയാർക്കീസ് ബാബ? ആഗോള യാക്കോബായ സുറിയാനി സഭയുടെ പരമാധ്യക്ഷനായ ഇഗ്നാത്തിയോസ് അപ്രയം ദ്വിതീയൻ പാത്രിയാർക്കീസ് ബാവയാണ് സ്ഥാനാരോഹണ ചടങ്ങുകളിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത്. സ്ഥാനാരോഹണ ചടങ്ങുകൾക്ക് മുന്നോടിയായുള്ള അദ്ദേഹം നന്ദി പ്രകാശനമാണ് നിർവഹിച്ചത് എന്ന് പറയാം. പ്രത്യേകിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ഒപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അതിഥികളെ സ്വാഗതം ചെയ്തത്. പ്രത്യേകിച്ചും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പ്രതിനിധികളായി കേന്ദ്ര മന്ത്രിയുടെയും സംസ്ഥാനത്തെ മന്ത്രിയുടെയും ഒക്കെ നേതൃത്വത്തിൽ പ്രതിനിധി സംഘത്തെ അയച്ചതിന് നന്ദി പറഞ്ഞു എന്നുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകളുടെ തുടക്കം. കൂടാതെ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ വിവിധ ക്രൈസ്തവ സഭ മേലധ്യക്ഷന്മാരെയും അഭ്യുദയകാംക്ഷികളെയും ഒക്കെ അദ്ദേഹം പേരെടുത്ത് പറഞ്ഞ് സ്വാഗതം ചെയ്തു. ഒപ്പം സമാധാനത്തിൻ്റെ മാർഗത്തിലൂടെ, ഒരുമയുടെ മാർഗത്തിലൂടെ പോകേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് എന്നുള്ള, കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ് എന്നുള്ള പരാമർശമാണ് അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായത്. സ്ഥാനാരോഹണ ചടങ്ങുകളിൽ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു. ഏതാണ്ട് 2 മണിക്കൂറിലധികം ദൈർഘ്യം വരുന്നതാണ് ശ്രേഷ്ഠ കാതോലിക്ക ബാവയുടെ സ്ഥാനാരോഹണ ചടങ്ങുകൾ. കേരളത്തിൽ നിന്ന് ഏതാണ്ട് 700-ൽ-അധികം പേരാണ് ഈ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിയിരിക്കുന്നത്. പുതുതായി പണി പൂർത്തിയാക്കി കൂദാശ കർമ്മം നിർവഹിച്ച ബെയ്റൂത്ത് അച്ചാനിയിലെ സെൻറ്റ് മേരീസ് പാത്രിയാർക്കൽ കത്തീഡ്രലിൽ വെച്ചാണ് സ്ഥാനാരോഹണ ചടങ്ങുകൾ നടക്കുന്നത്. അതിന് ഒപ്പം തന്നെ ഈ സ്ഥാനാരോഹണ ചടങ്ങുകളിൽ നേരിട്ട് കാണുന്നതിന് വേണ്ടി യാക്കോബായ സഭയുടെ വിവിധ ഭദ്രാസനങ്ങളിൽ, വിവിധ ദേവാലയങ്ങളിൽ ആളുകൾ ഒത്തുചേർന്നിട്ടുമുണ്ട്. ഒരുമിച്ചിരുന്ന വൈദികർക്കൊപ്പവും അല്ലാതെയുമൊക്കെ വിശ്വാസി സമൂഹം ഒരുമിച്ചിരുന്ന ഈ ചടങ്ങുകളുടെ തത്സമയ സംപ്രേഷണം ദൃശ്യങ്ങൾ കാണുന്നത് നമുക്ക് കാണാം. ഈ സ്ഥാനാരോഹണ ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കി ഞായറാഴ്ചയോടുകൂടിയാണ് ജോസഫ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലീത്ത തിരികെ ശ്രേഷ്ഠ ഭാവിയായി അദ്ദേഹം എത്തുമ്പോൾ പുതിയ നാമധേയമാണ് അദ്ദേഹം സ്വീകരിക്കുക. സാധാരണ നിലയിൽ ബസേലിയോസ് എന്നുള്ള പേര് എല്ലാ കാതോലിക്ക ബാവമാരുടെയും പേരിന് ഒപ്പമുണ്ടാകും. അത് പൊതുവായി സ്വീകരിക്കുന്ന ഒന്നാണ്. ബസേലിയോസ് ജോസഫ് പ്രഥമൻ കാതോലിക്ക ബാവ എന്നുള്ള പേരായിരിക്കും അദ്ദേഹം ജോസഫ് മാർ ഗ്രിഗോറിയോസ് സ്ഥാനാരോഹണത്തിന് ശേഷം സ്വീകരിക്കുക. പ്രദീപ് ജോസഫാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ ലോകമാകെയുള്ള വിശ്വാസി സമൂഹത്തിനെ സാക്ഷ്യം വഹിച്ചുകൊണ്ട്, സാക്ഷികളാക്കിക്കൊണ്ട് ആഗോള സുറിയാനി സഭയുടെ ശ്രേഷ്ഠ കാതോലിക്കയായി ജോസഫ് മാർ ഗ്രിഗോറിയസ് അഭിഷിക്തനാകുന്ന ചടങ്ങിനാണ് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ചടങ്ങാണ്, സ്ഥാനാരോഹണ ചടങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സാധാരണഗതിയിൽ എല്ലാം പകുത്തു നൽകുക, തനിക്കുള്ളത് പകുത്തു നൽകുക എന്ന് പ്രസംഗിക്കുന്ന പുരോഹിതന്മാരെയും മതമേലധ്യക്ഷന്മാരെയും അത്തരത്തിലുള്ള ആളുകളെ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ജീവിതം കൊണ്ട് ആ തരത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരാൾ കൂടിയാണ് ജോസഫ് മാർ ഗ്രിഗോറിയസ്. വളരെ ചെറുപ്പത്തിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ശുമാശ പട്ടം കിട്ടി. അദ്ദേഹം 84-ലാണ് വൈദികനായി, 84 മാർച്ച് 25-നാണ് വൈദിക പട്ടം സ്വീകരിക്കുന്നത്. ഒടുവിൽ 2025 മാർച്ച് 25-ന് ആഗോള സുറിയാനി സഭയുടെ ശ്രേഷ്ഠ കത്തോലിക്ക ബാവയായി അദ്ദേഹം ചുമതലയേൽക്കുന്നു എന്നുള്ളതും ഒരു പക്ഷേ യാദൃശ്ചികമാണ്. അത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി ഈ ദിവസത്തിന്റെ പ്രത്യേകത കൂട്ടുകയും ചെയ്യുകയാണ്. അല്ലെങ്കിൽ ചരിത്രത്തിൽ ആ തരത്തിൽ ആ ദിനം രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. രാഗിൻ കൂടി ഉണ്ട് വിവരങ്ങൾ നൽകാനായിട്ട്. രാഗിൻ നമ്മൾ പള്ളികളിലൊക്കെ കണ്ടു. ചടങ്ങ് അവിടെയാണെങ്കിലും ലോകമാകെയുള്ള വിശ്വാസികൾ ഈ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. It gives us great joy to offer our sincere heartfelt congratulations to our brother the new Mafriano Morbaselios. ജീവിതരേഖകളിലൂടെ കടന്നു പോവുകയാണെങ്കിൽ 1960 നവംബർ 10-ന് പെരുമ്പള്ളി ഷാമ്പിക്കൽ പള്ളത്തട്ടയിൽ കുടുംബത്തിലാണ് അദ്ദേഹത്തിന്റെ ജനനം. സാറാമയുടെയും വർഗീസിന്റെയും മകനായി ജനിച്ചു. ഇപ്പോഴത്തെ ആ ചടങ്ങ് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പാത്രിയാർക്കീസ് ബാവ സംസാരിക്കുകയാണ്. Following in the footsteps of blessed memory Morbaselios Thomas I, who served the church with dedication and working with us in the Lord's vineyard for the guidance and salvation of the souls. We ask the Lord to grant him health, strength, and wisdom to lead his people in India to the pastures of salvation and to raise the church to even greater spiritual prosperity.
And to you, our beloved spiritual children of the church നവംബർ in 10 India, ജനിച്ച ജോസഫ് മാർ ഗ്രിഗോറിയസ്, അദ്ദേഹത്തിന് 1974 മാർച്ച് 25-നാണ് അദ്ദേഹത്തിന് ശമാശപട്ടം ലഭിക്കുന്നത്. 1984 മാർച്ച് 25-ന് അദ്ദേഹത്തിന് വൈദിക പട്ടം ലഭിക്കുന്നു. അതായത് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ശമാശപട്ടം അദ്ദേഹം സ്വീകരിക്കുന്നത്. പിന്നീട് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിലേക്കൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ മഹാരാജാസ് കോളേജിലാണ് അദ്ദേഹം ഇക്കണോമിക്സിൽ ബിരുദം നേടിയത്. മഹാരാജാസിൽ നിന്നാണ്. 1988-ൽ അയർലൻഡിലെ സെന്റ് പാട്രിക് കോളേജിൽ നിന്ന് വേദശാസ്ത്രത്തിൽ ബിരുദമെടുത്തു. 91-ൽ ഡബ്ലിൻ യൂണിവേഴ്സിറ്റിയിലെ ട്രിനിറ്റി കോളേജിൽ നിന്ന് എംഫിൽ നേടി. യുഎസിൽ നിന്ന് ക്ലിനിക്കൽ പാസ്റ്ററൽ ആൻഡ് കൗൺസിലിംഗിൽ ഡിപ്ലോമ. 94-ൽ ജനുവരി 14-ന് പരിശുദ്ധ ഇഗ്നാത്യോസ് സഖാപ്രഥമൻ പാത്രിയാർക്കീസ് ബാവ ഡമാസ്കസിൽ റംബാൻ സ്ഥാനവും അദ്ദേഹത്തിന് നൽകി. have truly earned the crown of victory and blessings. രാഗിൻ പറഞ്ഞോളൂ. Accordingly, we urge their eminences, the archbishops, the honorable clergy and all of ആഗോള യാക്കോബായ സുറിയാനി സഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പുണ്യം നിറഞ്ഞ ഒരു ദിവസം കൂടിയാണെന്ന് അവർ അത്തരത്തിൽ തന്നെ അതിനെ കാണുകയും ചെയ്യുകയാണ്. കരിങ്ങാച്ചിറ കത്തീഡ്രലാണ് ഇവിടെ വൈദികരൊക്കെ ചേരുന്നു. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രേഷ്ഠമായൊരു ദിവസം അല്ലേ? ശ്രേഷ്ഠവും സന്തോഷവും നിറഞ്ഞൊരു ദിവസം. ഞങ്ങളുടെ സഭയ്ക്ക്, ഞങ്ങളുടെ ഇടയൻ, സഭയുടെ വലിയ ഇടയനായി മാറുന്ന ഒരു സന്തോഷം നിറഞ്ഞ ദിവസമാണ് ഞങ്ങൾക്കിന്ന്. പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ 4ാം തലമുറക്കാരൻ ഇന്ന് മലങ്കര സഭയുടെ അമരക്കാരനായി മാറുന്ന ദിവസം. പ്രാർത്ഥനയോടെ സന്തോഷത്തോടെയാണ് ഞങ്ങൾ ഓരോരുത്തരും ഇവിടെ ആയിരിക്കുന്നത്. ഈ ലെബനോനിൽ ചടങ്ങുകളൊക്കെ നടക്കുന്ന സമയത്ത് വലിയ ഒരു വിശ്വാസ ദീപ്തിയിൽ വിശ്വാസികളൊക്കെ തന്നെ പള്ളിയിൽ ഒത്തുകൂടുന്നു. അവരൊക്കെ തന്നെ അതിൻ്റെ വഴിയിൽ മുന്നോട്ട് നീങ്ങുന്നു. ഈ പള്ളിയുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് അദ്ദേഹം. അതിനെയൊക്കെ എങ്ങനെ ഓർത്തെടുക്കുന്നു? അദ്ദേഹത്തിൻ്റെ ഒരു വീട് പോലെയായിരുന്നു ഇരുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എപ്പോഴൊക്കെ പ്രതിസന്ധികളൊക്കെ വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ ഈ ദേവാലയം അദ്ദേഹത്തിൻ്റെ പിന്നിൽ, 10,000-കണക്കിന് വിശ്വാസികളുള്ള ഇടവകയുള്ള ഈ ദേവാലയം, ഇടവക അംഗങ്ങളുള്ള ഈ ദേവാലയം അദ്ദേഹത്തിൻ്റെ പിന്നിൽ അടിയുറച്ചു നിന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു വീട് പോലെയായിരുന്നു ഇത്. ഇവിടുത്തെ ചെറിയ കുട്ടികൾ മുതൽ വയോവൃദ്ധരായ ആളുകൾക്ക് വരെ അദ്ദേഹം ഒരു സ്നേഹം നിറഞ്ഞ, വാത്സല്യം നിറഞ്ഞ ഒരു പിതാവാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ സ്ഥാനലബ്ധിയിൽ ഏറ്റവും സന്തോഷിക്കുന്ന ഒരു ദേവാലയമാണ് കരിങ്ങാച്ചിറ സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി കത്തീഡ്രൽ. അതോടൊപ്പം തന്നെ ഈ പരിമല തിരുമേനിയുടെ കുടുംബത്തിലെ 4ാം തലമുറക്കാരൻ കൂടിയാണ്. മാത്രമല്ല കൊച്ചി ഭദ്രാസന അധിപൻ കൂടിയാണ് അദ്ദേഹം. അപ്പോൾ നിങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരാൾ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളൊരു പദവിയിലേക്ക് എത്തുന്നതിൻ്റെ ഒരു ആഹ്ലാദമുണ്ട്. അതോടൊപ്പം തന്നെ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ തന്നെ വളരെ കൃത്യമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചൊരു വ്യക്തിത്വം കൂടിയായിരുന്നു അദ്ദേഹം. അതിനെയൊക്കെ എങ്ങനെയാണ്? കൊച്ചി തിരുമേനി എന്നാണ് ഞങ്ങൾ തിരുമേനിയെ വിളിക്കാറ് സ്നേഹം കൊണ്ട്. കൊച്ചി തിരുമേനി ഇപ്പോൾ വലിയ തിരുമേനിയാണ്. ഈ കൊച്ചി തിരുമേനി ഇന്ന് വലിയ തിരുമേനിയായിട്ട് മാറുകയാണ്. പരിശുദ്ധ സഭയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ ആരംഭിക്കുന്നത് അദ്ദേഹത്തിൻ്റെ 13ാമത്തെ വയസ്സിലാണ്. പുണ്യശ്ലോകനായ പെരുമ്പള്ളി തിരുമേനോടൊപ്പമാണ് അദ്ദേഹം ആദ്യമായിട്ട് ശമ്മാസനായിട്ട് പൗരോഹിത്യ വൃത്തിയുടെ ആദ്യ ശുശ്രൂഷകൾ തുടങ്ങുന്നത്. അതിനുശേഷം കാലം ചെയ്ത പുണ്യശ്ലോകനായ ബെസിലിയോസ് തോമസ് പ്രഥമൻ ബാവയോടൊപ്പം വളരെ കാലം ശുശ്രൂഷിക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. തീർച്ചയായിട്ടും ഈ എക്സ്പീരിയൻസുകൾ അദ്ദേഹത്തിന് മുന്നോട്ടുള്ള സഭയുടെ പ്രയാണത്തിൽ മുതൽക്കൂട്ടുകളാകും എന്ന് തന്നെയാണ് പരിശുദ്ധ സഭയുടെ മക്കൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ സഭയ്ക്കും പരിശുദ്ധ സഭയുടെ മക്കൾക്കും വലിയ പ്രതീക്ഷയും പ്രത്യാശയുമാണ്